മഹാബലിപുരം എത്തി. ഇനി പറ, എന്താ നിന്റെ അടുത്ത കഥ? ഇനി നമ്മൾ കാർത്തിയെ കണ്ടെത്തുന്നു. ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷേ ഈ മഹാബലിപുരം പല്ലവ രാജാക്കന്മാരുടെ സാമ്രാജ്യമാണ് കേട്ടോ. ഇവിടെ കാർത്തിയെ കണ്ടെത്തുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ലടോ. നീ തമാശ കള വിക്ടർ. എന്റെ റിസർച്ചിലെ പ്രധാന ഘടകമാണ് കാർത്തി. ആ, നീ കാർ നിർത്ത്. ഓക്കേ. ഹെഡോ വിക്ടർ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതം പഠിക്കുമ്പോ കാർത്തിയെ പോലുള്ള ഒരാളെ എനിക്ക് വിട്ടുകളയാനാവില്ല. റിസർച്ചിന്റെ പകുതി മുക്കാലോളം കഴിഞ്ഞു. കാർത്തിയുടെ ജീവിതാനുഭവം കൂടെ ഉൾപ്പെടുത്തി തീസിസ് പ്രിന്റിന് കൊടുക്കണം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സീരിയസ്നെസ് ആൻഡ് ഇൻവോൾവ്മെന്റ്. പക്ഷേ നിന്റെ കാർത്തിയെ നമ്മൾ എവിടെയാണോ കണ്ടെത്തുക? അതിനൊക്കെ വഴിയുണ്ടോ. മുന്നോട്ട് വച്ച കാൽ നമ്മൾ പിന്നോട്ട് എടുക്കുന്നില്ല. എന്താ, നീ വാ. ഓക്കേ. നീ ഇത് കണ്ടില്ലേ? സ്റ്റീഫൻ ഡിക്രൂസിന്റെ ആർട്ടിക്കിളാണിത്. ഇതിന്റെ കൂടെ കുറച്ച് ഫോട്ടോസും ഉണ്ട്. സ്റ്റീഫൻ ഇന്ത്യക്കാരനാ. അയാൾ ഇപ്പൊ ഫ്രാൻസിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റാ. ദിസ് ഫീച്ചർ ഇസ് റിയലി ടച്ചിങ്. കാർത്തിയുടെ പെയിന്റിംഗ്സും ജീവിതവും ഒക്കെ ഇതിലുണ്ട്. നിന്റെ റിസർച്ചിന് ഇത് എത്ര കണ്ട് ഉപകരിക്കും? നോക്ക് വിക്ടർ, കാർത്തി നല്ലൊരു ടാലന്റഡ് പെയിന്ററാണ്. പക്ഷെ ഹിജഡയാണെന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. വല്ലാത്തൊരു ദയനീയാവസ്ഥയല്ലടോ ഇത്. അതിന്റെ ഫ്രസ്ട്രേഷൻ അവരുടെ ജീവിതത്തിലും കാണും. ശരിയാണ്. ഈ ഫീച്ചറിൽ സ്റ്റീഫനും കാർത്തിയും എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഇവിടത്തെ ഏതോ ഒരു ലോക്കൽ ബാറിൽ വെച്ചായിരുന്നു അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. Take this. For me? Wow! C'est magnifique! It is excellent work! How much do you want? ഉங்களுക്കുള്ള പ്രസന്റ്. Oh, fine. Give and take policy. Wonderful. ഇതാ എന്നോட വീട്. Okay, okay. Fine. വാങ്ക. Thank you. Great work. Eat. Look here. She's one of the loveliest painters in India. She's extraordinary. She's really, really good. I'm amazed.
What a beautiful color combination. What lovely sketches. What beautiful colors. What angles. Lovely, lovely pleasing colors. But she's suffering. If she's in France, she would have had a wonderful life. She would have recognized as the best painter. She would have got international acclaim. Really, really. കാർത്തിയുടെ വീടിന്റെ എക്സാക്ട് ലൊക്കേഷൻ വല്ലതും സ്റ്റീഫന്റെ ഫീച്ചറിലുണ്ടോ? ഇല്ല വിക്ടർ, പക്ഷെ കാർത്തി സ്ഥിരമായി വരാറുള്ളത് കരിങ്കൽ ശില്പങ്ങൾ കൊത്തുന്ന സ്ഥലത്തിനടുത്താണെന്നാ ഫീച്ചറിൽ എഴുതിയിട്ടുള്ളത്. ഓഹോ, എന്നാ വാ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ. ഇതായിരിക്കും സ്റ്റീഫൻ പറഞ്ഞ സ്ഥലം. നമുക്ക് ചോദിച്ചു നോക്കാം. ആ. ഹലോ, ഇവിടെ കാർത്തി എന്ന് പറയുന്ന ഒരാളിരിക്കാ ഈ പെയിന്റിംഗ് എല്ലാം വരയ്ക്കുന്ന? ஆமாமா அந்த வயசான 9 தானே? ആ അതെ അതെ അത് തന്നെ. ஒரு வாரமா ஆளே காணோம். ആ நீங்க கொஞ்சம் தள்ளி போனா குடிச்சு ஒண்ணு இருக்கும். ശരി, அங்க போய் விசாரிச்சு பாருங்க. ഓക്കെ, താങ്ക് യു. ഇവരാണെന്ന് തോന്നുന്നു. നീ ഒന്ന് വിളിച്ചു നോക്ക്. ആ. ഹലോ ഹലോ. யாரு? അതെ, ഈ കാർത്തിയുടെ വീട് ഇതുതാനാ? ஆமா. ഞങ്ങള് കാർത്തിയെ പാക്ക വന്നതാ. வாங்க உட்காருங்க. என்ன விஷயம்? കാർത്തി എവിടെ ഇല്ലേ? நீங்க மலையாளமா? അതെ. கார்த்தி மலையாளம் தான். சின்ன வயசுல என் கூட ஓடி வந்துட்டான். ஆமா, நீங்க எதுக்கு கார்த்திய தேடுது? കാർത്തിയെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അവര് നന്നായി പടം വരയ്ക്കൂലേ? ஆமா, 10 ரூபா கிடைச்சா போதும். பேப்பரும் பெயிண்டும் வாங்கி வரைஞ்சுக்கிட்டே இருக்கும். അതേക്കുറിച്ച് അറിയാനാ ഞങ്ങൾ വന്നത്. அதுக்கு கிடைச்சாதானே. உங்கள மாதிரி 4-5 பேர் வந்து பார்த்தாங்க. அவ பார்க்க விரும்பல. അതെന്താ? அதுதான் கார்த்தி. கடந்த 40 வருஷமா எனக்கும் அது புரியல. അവർക്ക് എന്താ ഇത്ര പ്രശ്നം? சின்ன வயசுல வீட்டை விட்டு விரட்டிட்டாங்க. அது இப்பவும் மனசுல வெடிச்சுக்கிட்டே இருக்கு. ഇറക്കി വിട്ടതാണോ? ஆமா. உன் பேர் என்ன? കാർത്തികേയൻ. നിന്റെ പേരെന്താ? இப்போதைக்கு மல்லிகா. சரி, உனக்கு பசிக்குதா? இந்தா.
இந்தாடி சாப்பாடு உனக்கு தான் வாங்கிட்டு வந்தே சாப்பிடு. இன்னைக்கு ஒரு வெள்ளைக்காரன் மாட்டினா அதனாலதான் வாங்கிட்டு வர முடிஞ்சது. என்னடி அப்படி பாக்குற? உனக்கு பசி இல்லையா? எப்ப பார்த்தாலும் குடும்பம், அம்மா, வீடு இதே நினைப்பு. கார்த்தி, என்னடி நீ ஒண்ணுமே பேசாம இருக்க? நம்மளெல்லாம் மனுஷங்களாவே மதிக்கிறது இல்ல, அப்புறம் எதுக்குடி அந்த குடும்பம்? நாங்க உங்களுக்கு அப்பமானம் தானே. என்னடி அவமானம்? நம்ம தப்பாது. எப்படியோ இப்படி ஆயிட்டோம். கடவுள் தந்த தலையெழுத்து. ஆனா இப்ப அந்த கடவுள் கூட நமக்கு இல்லடி. ஆமா, இருக்கிற பணத்தை எல்லாம் நீ இப்படி பெயிண்ட் வாங்கி தேய்ச்சிட்டே இரு. இது யாருக்காகடி வரைஞ்சிட்டே இருக்கிற? விற்க சொன்னாலும் விற்கவும் மாட்டேன். உடம்பு விக்கிறது இல்லையா? இல்லையா சொல்லு. இந்த ஓவியம் எல்லாம் என்னோட மனசுதான். ஆடும் பெண்ணும் கேட்ட மனசு. பாரு, இந்த கலர்ஸ் பாரு. என்னுடைய வாழ்க்கை தான் இது. கலர்ஃபுல் லைஃப். ஆனா கலர் தெரியாத லைஃப். கார்த்தியோட வாழ்க்கை அவ வரைஞ்ச பெயிண்டிங் பார்த்தாலே உங்களுக்கு புரியும். இப்ப அவர் எവിടെയാ? கார்த்தி இப்ப குவாகம் போயிருக்குது. ഓ, ഇപ്പൊ അവിടെ കല്യാണ തിരുവഴിയാണല്ലേ? ஆமா, போயிட்டு 4 நாளாவது. അപ്പൊ നിങ്ങൾ പോവലിയാ? போகல, தொண்டையில கேன்சர். ഓ, വാ പോവാം. ആ ശരി, ഒരു മിനിറ്റ്. ഇതാ, ഇത് വെച്ചുക്കോங்க. ரொம்ப நன்றிங்க. வாடா போகாம். உனக்காக எல்லாம் உனக்காக, இந்த உடலும் உயிரும் ஒட்டியிருப்பது உனக்காக, உனக்காக எல்லாம் உனக்காக. இந்த மாதிரி எல்லாம் சாப்பிட்டா உடம்பு கரிஞ்சு போகும் இல்லையா? வாழ்க்கையே கருகி போச்சடி. எப்படியாவது இந்த உலகத்துல இருந்து போனா போதும். என்னக்கா நீ இந்த மாதிரி எல்லாம் பேசுறீங்க? இந்த பாரடி, புதுசா ஆளுங்க வந்துட்டே இருக்காங்க. இப்ப யாருக்கு நம்மள வேண்டாம். வயசான என்னக்கா, நல்லா இருந்தப்ப நம்ம காலம் தானேக்கா. ஆமா, மல்லிகாங்க அவளுக்கு இப்ப முடியலடி. தொண்டையில கேன்சரா. எனக்கு அவளுக்கு எல்லாம் சமையாச்சு இல்லையா? என்னக்கா எப்ப பார்த்தாலும் சாவு சாவுன்னு சொல்லிட்டு இருக்கீங்க? எல்லாரும் ஒரு காலத்துல சாவ வேண்டியதானே? நீ சொன்னது உண்மைதாண்டி. ஆனா நடு ரோட்ல நாய் சாவறதுக்கு சமந்தான். பணத்தை வாங்குறது கூடி ஒருத்தனை வர மாட்டான். எங்க அம்மா இருந்த போது அவங்க பணத்தை கூட என்ன காட்டல. உனக்கு தெரியும்ல, பார்க்க போன என்ன கழுத்தை பிடிச்சு வீட்டுல இருந்து வெளியில தள்ளிட்டாங்க. அன்னைக்கே சாவு வெறுத்து போச்சு. ஆனா
இப்ப பயம், ரொம்ப பயம். ஒரு பெயிண்டிங் கூட என்னால வரைய முடியல. அப்படியே கையெல்லாம் உதறுது. அப்படியே வரைஞ்சாலும் அதுலயே சாவு வருது. എടോ, ഈ കൂവാകത്ത് നമുക്ക് എങ്ങനെയാ കാർത്തിയെ കണ്ടുപിടിക്കാൻ പറ്റുക? തിരിച്ചു പോകുന്നതല്ലേ നല്ലത്? എടോ, എന്റെ റിസർച്ചിൽ കാർത്തിയുടെ ജീവിതം കൊണ്ടുവന്നേ പറ്റൂ. ഇവിടെ നമ്മൾ കണ്ട ഹിജറുകളെ പോലും നല്ല കാർത്തി. ഷീസ് എ ഡിഫറെന്റ് ക്യാരക്ടർ. കാർത്തിയെ വീട്ടുകാർ ഇറക്കി വിട്ടത് കഷ്ടം തന്നെ. യെസ്, പല ആൺകുട്ടികളും സ്ത്രീകളെ പോലെ പെരുമാറാൻ തുടങ്ങുമ്പോ വീട്ടുകാർ അവരെ ഉപേക്ഷിക്കും. പിന്നീട് ഒരിക്കലും പേരൻസ് അവരെ വീട്ടിൽ കയറ്റാറില്ല. ഇങ്ങനെ ചെന്നാൽ അവർക്ക് മാനക്കേടല്ലോടോ. പഠിപ്പോ അറിവോ ഉള്ള നീ എന്താ വിക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മുടെ വീട്ടില് കാഴ്ചയില്ലാത്തവരെയും ബുദ്ധിവൈകല്യമുള്ള കുട്ടികളെയൊക്കെ പേരൻസ് ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചെറിയോ? നീ പറ. പിന്നെ മാനക്കേടായ വലിച്ചെറിയാതെ എന്തു ചെയ്യും? അത് പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. വേണ്ട വിധത്തിൽ ഇവർക്ക് സ്നേഹവും പരിചരണവും കൊടുത്ത് വീട്ടുകാർ ഇവരെ പരിപൂർണമായി മനസ്സിലാക്കി സ്വീകരിക്കാണ് വേണ്ടത്. അത് ചെയ്യാത്തടത്തോളം കാലം വീണ്ടും ഇവിടെ കാർത്തിയെ പോലുള്ളവർ ഉണ്ടാവുക തന്നെ ചെയ്യും വിക്ടർ. ഇതില്ലാതാക്കാൻ നമുക്ക് എന്താടോ ചെയ്യാൻ പറ്റുക? അതിനൊക്കെയാണോ ഞാൻ ഈ റിസർച്ചുമായി ഇറങ്ങിയിരിക്കുന്നത്.
വിക്ടർ, കാർത്തി അല്ലേ ഇത്? ഓ മൈ ഗോഡ്.